അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, കേരളത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ്, UDF സഖ്യ വളരെ വലിയ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. ഞാൻ ഈ വിജയത്തിൻ്റെ ഇടയിൽ ഒരാളെ ശ്രദ്ധിക്കുകയുണ്ടായി, ഒരാളെ. കാസർഗോഡ് ജില്ലയിലെ തിരുക്കരിപ്പൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിന്ന സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഒരാൾ, അയാളിന്ന് വിജയിച്ചു. അയാളുടെ മുൻകാല പാസ്റ്റിലേക്ക് ഞാൻ നോക്കുമ്പോൾ വലിയ ഇസ്ലാം വിരോധിയായിരുന്നു അയാൾ, മുസ്ലിം വിരോധിയായ ഒരാളായിരുന്നു. പക്ഷേ അതൊക്കെയും ആ വിരോധമൊക്കെ കളഞ്ഞുകൊണ്ട് ഒരു സെക്യുലറായി UDFിലേക്ക് കടന്നു വന്നപ്പോൾ, കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശമാണല്ലോ, അദ്ദേഹത്തെ നെഞ്ചിലേറ്റുകയും അദ്ദേഹത്തെ വിജയിപ്പിക്കുകയും ചെയ്തു. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ തെറ്റുകൾ അവൻ തിരുത്തിയിട്ട് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് മടങ്ങിയാൽ അവനിക്ക് മാഫ് കൊടുക്കണം. അവൻ്റെ മുൻകാല ചരിത്രങ്ങൾ വെച്ച് അവനിക്ക് റിവെഞ്ച് ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിലുള്ള കാര്യമല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. മനുഷ്യൻ്റെ തെറ്റുകൾ പൊറുക്കുകയും അവനിക്ക് നന്മകൾ ചെയ്യുകയും ചെയ്യുന്നവനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ കൂലിയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആജ്ഞാപനം. മറ്റൊരു സ്ഥലത്ത് കാണാം, ഫല്ലഅഫു വല്യസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. നിങ്ങൾ മനുഷ്യർ മുഅ്മിനീങ്ങളോട് പറയാണ്, അവർ മാഫ് കൊടുക്കട്ടെ, അവർ പുറത്തു കൊടുക്കട്ടെ, അവർ നന്മ ചെയ്യട്ടെ. അള്ളാഹു നിങ്ങളുടെ ദോഷങ്ങളെ പൊറുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ മടങ്ങുമ്പോൾ അവനിക്ക് മാഫ് കൊടുക്കുക എന്ന് പറയുന്നത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ പുണ്യമുള്ള കാര്യമാണ്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാന. ഒരാൾക്ക് മാഫ് കൊടുക്കൽ കൊണ്ട് നമ്മുടെ ഇസ്സത്ത് വർദ്ധിക്കും, നമ്മുടെ അഭിമാനം വർദ്ധിക്കുമെന്നാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നത്. ഇന്നത്തെ